കാസർഗോഡ് നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരണം 6 എന്ന് ഉയർന്നു. നീലേശ്വരം സ്വദേശി 75 വയസ്സുള്ള പത്മനാഭനാണ് മരിച്ചത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി. സാരംഗ്, കഴിഞ്ഞ ദിവസവും ഒരു മരണം സംഭവിച്ചു. അന്ന് സാരംഗ് പറഞ്ഞിരുന്നു പലരുടെയും നില ഇപ്പോഴും അങ്ങനെ പ്രതീക്ഷ നൽകുന്നതല്ല എന്ന്. ഇദ്ദേഹത്തിൻ്റെ മരണം എപ്പോഴാണ് സംഭവിച്ചത്? ഇനി എത്ര പേർ ആശുപത്രിയിലുണ്ട്? അവരുടെ സ്ഥിതി എങ്ങനെയാണ്? എന്താണ് അവിടുത്തെ ഡോക്ടർമാർ പറയുന്നത്? അങ്ങനെ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് പുതിയ മെഡിക്കൽ അപ്ഡേറ്റ് ഉണ്ടോ? രതീഷ്, നിലവിൽ ഇപ്പോൾ കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം ഭാഗങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലുമായി 38ഓളം പേരാണ് ചികിത്സയിലിരിക്കുന്നത്. അതിലിപ്പോൾ കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 75കാരനായ പത്മനാഭനാണ് ഇന്ന് വൈകിട്ടോടുകൂടി മരണപ്പെട്ടത്. അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലായിരുന്നു, ICUവിലായിരുന്നു. അതിനിടെ ഉണ്ടായ അണുബാധയാണ് മരണകാരണമെന്നാണ് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ 5 പേർ, ഒരു 19കാരനടക്കം 5 പേർ അപകടത്തിൽ ഇരയായിരുന്നു. അതിന്റെ തൊട്ടുപിറകെയാണ് ഇപ്പോൾ പത്മനാഭനും കൂടി മരണപ്പെടുന്നത്. പൊട്ടിത്തെറി നടന്ന ഷെഡിന് തൊട്ട് അരികിൽ തന്നെയായിരുന്നു പത്മനാഭൻ നിന്നത്. ശരീരത്തിൽ അസകലം പൊട്ടലേറ്റ പത്മനാഭനെ 3 തരത്തിലുള്ള ശസ്ത്രക്രിയകൾക്ക് വിധേയനാക്കിയിരുന്നു. എന്നാലും അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. നിലവിൽ ഇപ്പോൾ 38 പേരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയിരിക്കുന്നത്. അതിൽ പലർക്കും അണുബാധയുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും ഭാഗത്ത് നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. രതീഷ്, അത്യന്തം സങ്കടകരമായ സ്ഥിതിയാണ്. അപകടത്തിൽപ്പെട്ട് 38ഓളം പേർ ഇനിയും ചികിത്സയിലുണ്ട്. അതിൽ ഒരാളുടെ ജീവനാണ് നഷ്ടമായത്. പലരും റിക്കവറായി വരുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാസർഗോഡ് നീലേശ്വരത്തെ വെടിക്കെട്ട് അപകടത്തിൽ നടക്കിയ വെടിക്കെട്ട് അപകടത്തിലാണ് മരണസംഖ്യ ഇപ്പോൾ 6 വർദ്ധിച്ചിരിക്കുന്നത്. സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.